ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ വ്യക്തി എന്ത് നേടി? നിങ്ങളുടെ കണ്ണുനീരിന്റെ വില ഈ വ്യക്തി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പേഴ്സന്റെ കറണ്ട് എനർജിയും നിങ്ങളോടുള്ള നിലപാടും നിങ്ങളോടുള്ള എനർജിയും ഒക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ പേഴ്സൺ ഏതൊരു സിറ്റുവേഷനിലാണ് നിലകൊള്ളുന്നത്? ലക്ക്. ഓക്കെ, വളരെയധികം ഒരു ഭയങ്കരമായിട്ടൊരു ലക്കി ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പറഞ്ഞറിയിക്കാനാകാത്ത ചില സന്തോഷങ്ങൾ വന്നു ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് കോൺഫിഡന്റ് ആക്കുന്നതും സന്തോഷകരമാക്കുന്നതുമായിട്ടുള്ള എന്തൊക്കെയോ ഇൻസിഡൻസ് ഈ പേഴ്സന്റെ ലൈഫിൽ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിൽ വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഒന്നും കൂടി നന്നായിട്ട് പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ, ഒന്നും കൂടി വളരെ നന്നായിട്ട് പോസിറ്റീവ് ആക്കുകയും സന്തോഷമാക്കുകയും ചെയ്യുന്ന രീതിയിൽ, എന്താ പറയാ, ഒന്നുകൂടി ആ നല്ല രീതിയിൽ സന്തോഷമാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ചില ഇൻസിഡൻസ് ഈ പേഴ്സന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ വളരെ ലക്കി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടും വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, എന്തെങ്കിലും പേഴ്സണൽ പരമായിട്ട് ഈ വ്യക്തിക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം. എന്തെങ്കിലും ഈ പേഴ്സന് സ്വന്തമായിട്ട് നേട്ടങ്ങളോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, റിസൾട്ടോ അങ്ങനെ എന്തെങ്കിലും ഈ പേഴ്സണ് ഉണ്ടായിരിക്കണം എന്നാണ് കാണിക്കുന്നത്. അത്രയും ഒരു ലക്കായിട്ടുള്ള എനർജിയിലാണ് ആള് നിൽക്കുന്നത്, നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ ഒരു പ്യൂരിഫിക്കേഷൻ ആയിട്ടുള്ളൊരു എനർജിയാണ്. ഈ പ്യൂരിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ മനസ്സിൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, അതായത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പേഴ്സന്റെ മനസ്സും ഹൃദയവും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മനസ്സും ഹൃദയവും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ പേഴ്സൺ ചുറ്റിനുള്ള ആൾക്കാർ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജിയിലുള്ള ആൾക്കാരായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പുറത്തേക്ക് കടക്കാനായിട്ട്, അത് തനിക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണ് പറ്റാത്ത ബന്ധങ്ങളും കൂട്ടുകാരും എനർജിയുമാണെങ്കിൽ എന്താ പറയാ, അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, കാരണം വളരെ പ്യൂരിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. തന്റെ കാര്യം സേഫ് ആക്കി വെക്കാനും തന്റെ എനർജി വളരെ നന്നായിട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്ത് കാര്യവും ചെയ്യുന്ന ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗ്രേസ്ഫുൾ പെർസിസ്റ്റൻസ് ആണ്. അതായത് ഈ പേഴ്സണ് പണ്ട് മടിയായി തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. മടിയായി തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും, വേണ്ട എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ ഒരു സ്ഥിരോത്സാഹത്തോടു കൂടിയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം ഈ വ്യക്തിക്ക് മനസ്സിലായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണോ, നിങ്ങളോട് സ്നേഹം കാണിക്കണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കണോ എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സണ് വേണ്ടുന്നത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു താല്പര്യത്തിലൂടെ എന്താ പറയാ, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു താല്പര്യമില്ലായ്മയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ വിള്ളലുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ ഒരുക്കി കൊടുത്തത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ഥിരോത്സാഹം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്.
അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു നേട്ടമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അതിശയിപ്പിക്കുന്ന മാറ്റം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം എന്തായാലും ഈ പേഴ്സൺ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ദ ഹീറോ ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളിൽ ഈ പേഴ്സൺ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല വ്യക്തികളുമായിട്ടുള്ള സൗഹൃദവും ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മ പറയുന്നത് പോലെ സമയം ശരിയാകുമ്പോൾ എല്ലാം ശരിയാകും എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സന്റെ സമയം അത് നല്ല രീതിയിൽ ശരിയായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ പറയുന്നതും ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാകുന്നുണ്ട്. ഈ പേഴ്സണെ എപ്പോഴും പ്രശ്നങ്ങളിൽ മാത്രം കൊണ്ടുപോയി ഇട്ടിരുന്ന വീട്ടുകാരായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, അത്തരം ആൾക്കാരെല്ലാവരും ഈ പേഴ്സണെ ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള ഉപദേശങ്ങളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് പറ്റിയ കൂട്ടുകെട്ടുകള്, പറ്റിയ സൗഹൃദങ്ങള്, വ്യക്തികള്. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ലൈഫിൽ ഇപ്പോൾ ഈ വ്യക്തി ഹീറോ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും കാലം സീറോ ആയിരുന്നു, കാരണം ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു. മോശപ്പെട്ട സ്വഭാവ രീതികൾ ഇവയെല്ലാം ചെയ്തുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ ഹീറോ എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഹീറോ എനർജി ഈ പേഴ്സൺ ഉണ്ട്. അത് വളരെ എന്താ പറയാ, വളരെ നല്ലൊരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ അത് വരുന്നത്. ഓക്കെ, അത് നിങ്ങളെയും ഒരുപാട് സന്തോഷിപ്പിക്കും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നല്ല നല്ല സൗഹൃദങ്ങൾ, നല്ല നല്ല ഉപദേശങ്ങൾ, ഇതെല്ലാം ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കാര്യത്തിലും കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അത്രയും പ്രാധാന്യം തന്നിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ അത്രയും ഒരു പ്രാധാന്യം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ പേഴ്സൺ പോയിട്ടുണ്ടാകുന്നത്. നിങ്ങളെ നോക്കാനോ നിങ്ങൾക്ക് സമയം തരാനോ ഒന്നും ഈ പേഴ്സന് സമയം ഉണ്ടായിട്ടില്ലായിരിക്കാം. അപ്പോൾ വേണ്ട വിധത്തിൽ ഈ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും സംരക്ഷിക്കുവാനോ സ്നേഹിക്കുവാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയായിട്ടാണ് കാണിച്ചിരുന്നത്. കാരണം ഈ പേഴ്സൺ അങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ചുറ്റിനുമുള്ള എനർജി അങ്ങനെയായിരുന്നു, മറ്റുള്ളവർ ഈ വ്യക്തിയെ പഠിപ്പിച്ചത് അങ്ങനെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് വേണ്ടുന്നത്ര രീതിയിലുള്ള ഒരു കെയർ അല്ലെങ്കിൽ പ്രാധാന്യം തരണമെന്ന് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ എന്ത് വില കൊടുത്തും എന്തൊക്കെ കെയർ തന്നുകൊണ്ടും നിങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തരേണ്ട ആ ഒരു കെയർ, ആ ഒരു സംരക്ഷണം, ആ ഒരു സ്നേഹം ഒരുപക്ഷെ ഇത്രയും കാലം വേറെ ആൾക്കാരായിരിക്കാം വേടിച്ചെടുത്തിട്ടുണ്ടാകുന്നത്, വേറെ ആൾക്കാരായിരിക്കാം ചെയ്തിട്ടുണ്ടാകുന്നത്, വേറെ ആൾക്കാരായിരിക്കാം വേടിച്ചെടുത്തിട്ടുണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ ഇനി അങ്ങനെ അനാവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാതെ അർഹിക്കപ്പെടുന്ന ആൾക്കാരെ ആരാണോ, അത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ അർഹിക്കപ്പെടുന്ന ആൾക്കാര്, അപ്പോൾ നിങ്ങൾക്ക് തരണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോണറിങ് പാത്താണ്. നമ്മൾ ആദ്യമേ തന്നെ എടുത്ത കാർഡ് തന്നെ ലക്കാണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം തരുന്നതുമായിട്ടുള്ള ഒരുപാട് ഭാഗ്യ നേട്ടങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ വന്നു ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഈ പറയുന്നത് പോലെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ജോലി കിട്ടിയതാകാം, സാമ്പത്തികപരമായിട്ട് ഇടപാടുകൾ വന്നിട്ടുള്ളതാകാം, അല്ലെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ തൻ്റെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആകാം. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് മികവ്, ഒരുപാട് സന്തോഷങ്ങൾ വന്നിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, എന്തോ അപ്രീസിയേഷൻ, എന്തൊക്കെയോ കാര്യങ്ങൾ, പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ ഈ പേഴ്സണ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ യെസ്, ഇറ്റ്സ് കംസ് ഫ്രം ഇറ്റ്സ് ടൈം ആൻഡ് പ്രാക്ടീസസ് ആണ്. ഇവിടെ ഉറപ്പായിട്ടും ശത്രുക്കളുണ്ട്. സ്റ്റിൽ ഇവിടെ ഉറപ്പായിട്ടും ശത്രുക്കളുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ ഫേക്ക് ആക്കാൻ നോക്കാനും ചീത്തപ്പേര് തരാനും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരെ തമ്മിൽ തല്ലിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്.
പക്ഷെ അവിടെയൊക്കെ സ്റ്റിൽ നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസോട് കൂടി നല്ല രീതിയിലുള്ള അനുഭവം ഗുരു എന്നൊക്കെ പറയുന്നത് പോലെ ആ രീതിയിൽ ശരിയാക്കി കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പുറത്തേക്ക് ഓടിപ്പോയിട്ട് കാര്യമില്ല എന്നും കോൺഫിഡൻസോട് കൂടി ഇതിനെ നേരിടണമെന്നും തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് കോൺഫിഡന്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങളെ നേരിടണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പേടിച്ചോടിയിട്ട് കാര്യമില്ല, പേടിച്ചിട്ട് കാര്യമില്ല, പുറകിലേക്ക് ഓടിപ്പോയിട്ട് കാര്യമില്ല. വളരെ തൻ്റെ ഇടത്തോടു കൂടി തന്നെ ഇതിനെ ഡീല് ചെയ്യണമെന്ന് ഈ പേഴ്സൺ തീരുമാനിക്കുന്നു. ലെറ്റ് ഗോ ഓഫ് ദ കൺട്രോളിങ് ഇഷ്യൂ ആണ്. അലൗ ദിസ് സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. അതായത് ഇവിടെ ഉറപ്പായിട്ടും ഈ പേഴ്സണെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അവരുടെ ഒരു ചിന്താഗതി എന്ന് പറയണം, അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ പേഴ്സണെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സഹായങ്ങൾ ഉണ്ടാകാം, ഒരുപാട് അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ അവര് എന്താ പറയാ, നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അവർക്ക് അത്രയും സ്വാതന്ത്ര്യം കിട്ടത്തില്ലല്ലോ, അവർക്ക് ഈ പേഴ്സണെ ദുരുപയോഗം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഒരു കെണിയിൽ നിന്നും ഈ പേഴ്സൺ രക്ഷപ്പെടാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലാസ്റ്റ് കാർഡിൽ നിന്നും തന്നെ വ്യക്തമാകുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ അവരുടെ ആ ഒരു ചങ്ങല മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. യെസ്, ബീച്ച് കിട്ടിയിട്ടുണ്ട്. 2027, കോട്ടയം, നോ ജോബ്, മെഡിക്കൽ ഫീൽഡ്, ഡാൻസർ, ലെറ്റർ എസ്, 69, 888. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ക്ലൂസ് ആയിട്ട്. ഇപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.